നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് ആദ്യം ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് വരുമ്പോൾ ജെറോം പവൽ ഈ ഒരു വർഷം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകും, US മാർക്കറ്റിൽ അവിടെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് അത് കൊണ്ട് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. US മാർക്കറ്റും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവായ രീതിയിലാണ് ട്രേഡിങ് തുടരുന്നത്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്ലാറ്റായിട്ട് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. ജെറോം പവലിൻ്റെ ഒരു പോസിറ്റീവ് കമൻറ്റ് കാരണം ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,300 പെർ ഔൺസ് എന്ന നിലയിൽ അതിശക്തമായിട്ട് ഗോൾഡ് മുന്നോട്ട് കുതിച്ചിട്ടുണ്ട്. ബിറ്റ് കോയിനിലും ചെറിയൊരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന പൊതുവെയുള്ള ഒരു വാർത്ത. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് കടന്നു വരികയാണെങ്കിൽ, അവന്യൂ സൂപ്പർ മാർക്കറ്റ് ഇവരുടെ Q4 അപ്ഡേറ്റ് റിസൾട്ട് വന്നിട്ടില്ല. Q4 അപ്ഡേറ്റിൽ കമ്പനി 20% അവരുടെ റവന്യൂ വർദ്ധിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 336 ആണ്. RBL ബാങ്ക് ടോട്ടൽ ഗ്രോസ് അഡ്വാൻസ്, ബാങ്കിലെ ടോട്ടൽ അഡ്വാൻസ് 19% വർദ്ധിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. അതുപോലെ ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്ത ആ ഒരു എമൗണ്ടിൻ്റെ വാല്യൂ 22% വർദ്ധിച്ചതായിട്ട് RBL ബാങ്ക് അറിയിച്ചു. സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കും ടോട്ടൽ അഡ്വാൻസ് 41% വർദ്ധിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. അതുപോലെ തന്നെ ബാങ്ക് നടത്തിയിട്ടുള്ള ലോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ അളവ് 39% വർദ്ധിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. വേദാന്ത കമ്പനി ഒറീസയിലുള്ള കമ്പനിയുടെ പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി ഉയർത്തുകയാണെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. JE പവർ ഇന്ത്യ കമ്പനിക്ക് ഒരു ഓർഡർ 774 കോടി രൂപയുടെ ഓർഡർ പ്രകാശ് പവറിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു. കൃഷ്ണ ഡിഫൻസ് കമ്പനിക്ക് ഇവർക്കൊരു പുതിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 88 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കോസ്റ്റ് ഗാർഡ് വെസൽസ് സപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു ഓർഡറാണ് ലഭിച്ചത്. കാമധേനു വെഞ്ചേഴ്സ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. 1:5 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യും. സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവും. ഉയർന്ന വിലയുള്ള സ്റ്റോക്ക് ചെറിയ വിലയിലേക്ക് മാറ്റപ്പെടുമ്പോൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് ബൈ ചെയ്യാനായിട്ടുള്ള താല്പര്യപ്പെടും. റോയൽ ഓർക്കിഡ് ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി ടൂറിസം രംഗത്തുള്ള കമ്പനിയാണ്. മാസ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലായിട്ട് പുതിയ ഹോട്ടൽ ബിസിനസ് ചെയ്യാനായിട്ട് ഇരു കമ്പനികളും ധാരണയായി. സോം ഡിസ്റ്റിലറീസ് കമ്പനി ഇവരും സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 5:2 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. മാരുതി രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ വാഹനം നിർമ്മിക്കുന്ന കമ്പനി കഴിഞ്ഞ ദിവസം 3 ലക്ഷം യൂണിറ്റുകൾ വളരെ ഫാസ്റ്റായിട്ട് അവർ ഉൽപ്പാദനം നടത്തി എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്ത ഒരു ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് ഇവരുടെ Q4 റിസൾട്ടിൻ്റെ പ്രഖ്യാപനം ഏപ്രിൽ 26 ഉണ്ടാകുമെന്നുള്ളതാണ്. ഏപ്രിൽ മിഡോട് കൂടിയിട്ടാണ് നമ്മളുടെ Q4 റിസൾട്ടുകൾ വരിക. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 4 തവണ കമ്പനികൾ അവരുടെ റിസൾട്ട് പ്രഖ്യാപനം നടത്തും. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് അവിടുത്തെ 4ാമത്തെ, അതായത് ഫൈനൽ ആയിട്ടുള്ളൊരു Q4 റിസൾട്ടാണ്. അപ്പോൾ അത് തുടക്കം കുറിക്കുന്നത് IT കമ്പനിയാണ്. ഇൻഫോസിസ്, TCS, വിപ്രോ, HCL ടെക് തുടങ്ങിയ കമ്പനീസ് ഇതിന് തുടക്കം കുറയ്ക്കും. അതിനുശേഷം ഏപ്രിൽ 20 തീയതിയാണ് HDFC ബാങ്ക്, രാജ്യത്തിലെ ഏറ്റവും വലിയ ബാങ്കിങ് കമ്പനിയായിട്ടുള്ള HDFC അവരുടെ റിസൾട്ട് പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ HDFCയുടെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളൊരു ഒരു അവസ്ഥ നോക്കിയിട്ടാണ് മറ്റുള്ള ബാങ്കുകളുടെയും റിസൾട്ട് ഇതിനോട് നീതി പുലർത്തുന്ന രീതിയിലായിരിക്കും വരാൻ സാധ്യത. അപ്പോൾ അതൊക്കെയാണ് Q4 റിസൾട്ട് ആയിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ മറ്റുള്ള അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ, FIS ഇന്നലെയും അവർ ക്യാഷ് മാർക്കറ്റിൽ 2213 കോടി രൂപക്ക് സെല്ലാണ് നടത്തിയിട്ടുള്ളത്. DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1102 കോടി രൂപക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും ഉള്ള മറ്റ് അപ്ഡേറ്റ്സ് നോക്കാം. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണല്ലോ. അപ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ട് ഇപ്പോൾ ഉള്ളത് 22,450 ഉള്ളത്. PCR ഉള്ളത് 0.85 എന്ന നിലയിലാണ്. അതീവ ബുള്ളിഷായിട്ട് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ അഡ്ജസൻ്റായിട്ട് ഉള്ള
കോളും പുട്ടും ഷോർട്ട് ചെയ്തൊരു സിനാരിയാണ് ഉള്ളത്. മേജർ സപ്പോർട്ട് സോൺ 22,000 ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് സ്പോട്ടിൽ നിന്ന് ഏകദേശം ഒരു 400 പോയിൻ്റ് മാറിയാണ് മേജർ സപ്പോർട്ട് സോൺ ഉള്ളത്. മേജർ റെസിസ്റ്റൻസ് സോൺ ഉള്ളത് സ്പോട്ടിൽ നിന്ന് ഏകദേശം ഒരു 300 പോയിൻ്റ് അകലെ 22,800 എന്ന നിലയിലാണ്. അപ്പോൾ കൂടുതൽ കോള് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണമാണ് കൂടുതലുള്ളത് ഇന്നലെ. അതുകൊണ്ടാണ് PCR 0.85 ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കഥ മാറിയേക്കാം. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് റെഡിലടച്ചു. ഡോ 43 പോയിൻറ്റിൻ്റെ ഒരു നാസ്ഡാക്ക് 37 പോയിൻറ്റിൻ്റെ ഗ്രീനിലടച്ചു. ഡോ 43 പോയിൻറ്റ് റെഡിലടച്ചു. ഇതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റാണ്. FTSE CAC 40 ഡാക്സ് എല്ലാം തന്നെ അത് ഗ്രീനിലടച്ചു. ബിറ്റ്കോയിൻ 870 പോയിൻറ്റ് റാലി. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 720 പോയിൻറ്റ് റാലി. അതിന് മുകളിലുള്ള മറ്റ് ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിൽ $2,300 പെർ ഔൺസ് എന്ന നിലയിൽ ഗോൾഡ് എത്തിച്ചേർന്നിട്ടുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോ എല്ലാം തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നടത്തിയത്. HDFC ബാങ്ക് സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ICICI ബാങ്കും റെഡിലാണ് അടച്ചത്. ഡോക്ടർ റെഡ്ഡി 1% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും ഉള്ളൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് NSE ഈ ഏപ്രിൽ 3-ന് ഇന്നലെ അനൗൺസ് ചെയ്തൊരു കാര്യമാണ്. നമുക്ക് പുതിയ ഇൻഡെക്സും കൂടി വരികയാണ്. ഏപ്രിൽ 8 മുതൽ ഇത് എഫക്റ്റീവ് ആവും. അപ്പോൾ അത് ഏകദേശം ഒരു 4 ഇൻഡെക്സാണ് വരുന്നത്. നിഫ്റ്റി ടാറ്റ ഗ്രൂപ്പ് 25% ക്യാപ് ഫണ്ട്, നിഫ്റ്റി 50 മൾട്ടി ക്യാപ്പ് ഇന്ത്യ മാനുഫാക്ചറിങ് ഫണ്ട്, നിഫ്റ്റി 500 മൾട്ടി ക്യാപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, നിഫ്റ്റി മിഡ് സ്മോൾ ഹെൽത്ത് കെയർ ഫണ്ട് എന്ന് പറയുന്ന ഒരു 4 ഫണ്ടുകൾ പുതിയതായിട്ട് വരികയാണ്. അത് ഈ ഒരു ഏപ്രിൽ 8 മുതൽ എഫക്റ്റീവ് ആവും. ഇന്നലെ അനൗൺസ് ചെയ്തു. അപ്പോൾ FNOയിൽ നിലവിൽ ഏകദേശം ഒരു 6-7 ഇൻഡെക്സ് ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉണ്ട്. പുതിയൊരു 4 ഇൻസ്ട്രുമെൻറ്റും കൂടി വരികയാണ്. നോക്കുക, ഇന്ത്യ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നമ്പർ 1 ആണ്. അപ്പോൾ ഓൾറെഡി തന്നെ ഇൻഡെക്സ് ഉണ്ട്, പുതിയ ഇൻഡെക്സ് വരുന്നത്. അത് മാത്രമല്ല നിഫ്റ്റി, ഫിനാൻഷ്യൽ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി തുടങ്ങിയ ഇൻഡെക്സിൻ്റെ ലോട്ട് സൈസും കുറച്ച ന്യൂസ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇനിയിപ്പോൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് സമയം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് 3:30 ക്ലോസ് ആയ മാർക്കറ്റ് എഗെയിൻ മാർക്കറ്റ് ഓപ്പൺ ആകും എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് ഭീകരമായ രീതിയിൽ ഇനി കൂടുതൽ ആളുകൾ കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു മേഖല കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യും. കൂടുതൽ ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് വരും. ട്രേഡും വളരെയധികം ട്രിക്കി ആയിട്ടുള്ള ട്രേഡ് ആയിരിക്കും ഉണ്ടാവുക. വളരെ വ്യക്തമായിട്ട് നമ്മളത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഡെറിവേറ്റീവിലേക്ക് ഇനി വരാൻ പറ്റുള്ളൂ. കാരണം വളരെ സ്മാർട്ടായിട്ടുള്ള ആളുകൾ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് മാറും ഡെറിവേറ്റീവ്. വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ.